കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ചെറിയൊരു പാക്കറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ആഡ് ചെയ്യാതെ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എന്ത് റെസിപ്പി ട്രൈ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. യൂട്യൂബ് നോക്കുമ്പോൾ അതിനകത്ത് ഫുൾ ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, കോൺഫ്ലവർ അതൊക്കെയായിരുന്നു. പക്ഷെ ആ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ആകെ ഉള്ളത് മിൽക്ക് മെയ്ഡ് മാത്രമാണ്. അപ്പം ഞാൻ കരുതി എൻ്റെതായിട്ടുള്ളൊരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന്. കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഗുഡ് ഡേയുടെ, അതെടുത്ത് ഇങ്ങനെ പാല് സോക്ക് ചെയ്യാനിട്ടിട്ട് കുറച്ച് ബൂസ്റ്റും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അത് ആഡ് ചെയ്തെടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ അന്നത്തെ പോലെ തന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ചെറിയൊരു കപ്പിലാണ് കേട്ടോ ഒന്ന് പരീക്ഷിക്കുന്നത്. ഒരുപാട് പാത്രങ്ങളിലൊന്നും എടുത്തിട്ട് ഫ്ലോപ്പ് ആവാൻ വയ്യ എനിക്ക്. അതിലേക്ക് പിന്നെയും കുറച്ച് ബൂസ്റ്റും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴത്തെയും പോലെ അത് ഫ്ലോപ്പായി പോയി. പക്ഷേ ഞാൻ അവിടെ ഒന്നും തളർന്നില്ല. എനിക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. ആ ബൗളിൽ ബാക്കിയുള്ളത് എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും ബൂസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 to 3 hours. എന്നിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ഗാർണിഷ് ചെയ്ത പോലെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമുക്കൊരു ഡെസേർട്ടൊക്കെ ആയിട്ട് കഴിക്കാം. ഈ വാഫിൾ ഹൗസിലൊക്കെ ഐസ്ക്രീം അല്ലെങ്കിൽ കുക്കി ആൻഡ് ക്രീം സൺഡേസ് ഒക്കെ കിട്ടത്തില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു. ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ആയിട്ട് കഴിക്കണമെങ്കിൽ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഈ മഴയത്തൊക്കെ തണുപ്പുള്ള സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വേഗം പനി പിടിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ബൈ.